ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാർ വെച്ചിട്ടാണ്. ഈ ഒരു കാർ ഇതിന് മുന്നേ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഇതിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുറച്ച് മിനിയേച്ചർ ടോയ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുവരെയ്ക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അതുപോലൊരു കാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ബോഡിയാണ്, ഫുൾ അലൈവിയാണ്. പിന്നെ വീലും നല്ല ഫിനിഷിംഗാണ്, കാണുമ്പോൾ തന്നെ നല്ല ഫുൾ ഫിനിഷിംഗ് ഉള്ളൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഡോറ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അത്യാവശ്യം കാണാനായിട്ട് നല്ല റിച്ച് ലുക്കുള്ളൊരു കാറാണ്. നമുക്ക് ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കാർ തന്നെയാണ്. അടിപൊളി നല്ല റിച്ച് ലുക്കുള്ളൊരു കാർ തന്നെയാണ്. പിന്നെ ഇതിന് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർ തന്നെയാണ്. അടിപൊളി കാറാണ്. എൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചെറിയൊരു നമ്മുടെ ഒരു ഫൈബർ തന്നെയാണ് കേട്ടോ, ഒരു ചെടി ഇങ്ങനെ എടുത്ത് എൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ളൊരു ഫോട്ടോയാണ്. കാരണം നമ്മുടെ ചെടികളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാറ് എന്നതിൽ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ളൊരു ഫോട്ടോയാണ്. അപ്പം അതുപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കി നോക്കാം. അപ്പം അതിനെങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കാറിന് ഫസ്റ്റ് അറേഞ്ച് ചെയ്യണം. കാറിന് ഒന്നെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ഒരു സ്ഥലത്ത് മാത്രമേ കാർ നിൽക്കും. ഓക്കെ, അപ്പോൾ കാർ ഇങ്ങനെ സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കാം. അതിന് കണ്ടോ, നമ്മളെ ടോയ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലാവരും കാറിൻ്റെ അടുത്തായിട്ട് പറ്റുകയാണെങ്കിൽ ഒരാളെ നിർത്താൻ നോക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് കാരണം ഇതെല്ലാം വലിയ ടോയ്സ് ആയതുകൊണ്ട് അത്യാവശ്യം നിർത്തുന്നതെല്ലാം ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഒരാളെ ഇരുത്തി നോക്കിയാലോ? വേണ്ട, ഒരാളെ ജസ്റ്റ് ഒരു ചെയറുണ്ട്, അതിൻ്റെ ജസ്റ്റ് ഒരു വൈറ്റ് ചെയറുണ്ട്. വൈറ്റ് ചെയർ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് ഒരാളെ ഇരുത്തി നോക്കിയാലോ? വൈറ്റ് ചെയറുണ്ട്, എൻ്റെ ചെറിയ കുഞ്ഞു ചെയറുണ്ട്. അപ്പോൾ ചെയറിൽ ഒരാളെങ്ങനെ ഒരു ബുക്ക് വായിക്കുന്ന ഒരാളെങ്ങനെ ഇരുത്തി നോക്കിയാലോ? ഓക്കെ, അത് അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ക്രിയേറ്റീവ് എടുക്കുന്ന ഫോട്ടോയിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളെ ഐഡിയ ആണല്ലോ, നമുക്കത് നാച്ചുറൽ ആവണം എന്നില്ല. നമ്മുടെ ഐഡിയയ്ക്ക് നമുക്ക് എങ്ങനെ വേണോ ഫോട്ടോസിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം ഇതാണ്. പക്ഷേ ഇയാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് നോക്കാം, കൊള്ളില്ലെങ്കിൽ മാറ്റാം. കാരണം എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിലും എനിക്കങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് കുറച്ചുകൂടെ ബ്ലർനെസ് ആയിട്ടുള്ളൊരു ഇമേജ് എനിക്ക് വേണം. അപ്പോഴത്തേക്കും ഞാൻ അപ്രോച്ച് കുറയ്ക്കുകയാണ്. അപ്രോച്ചിൻ്റെ മാക്സിമം കുറയ്ക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കൂടുന്നുണ്ടോ? അപ്രോച്ച് കുറയ്ക്കുകയാണ്. കാരണം എനിക്ക് നല്ല ബ്ലറായിട്ടുള്ളൊരു ഇമേജ് കിട്ടണമെന്നുണ്ട്. ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരിത് കുറച്ചുകൂടെ ബ്ലർനെസ് ഉണ്ടോ, ബ്ലർനെസ് മാറ്റും. ഡീറ്റെയിലിംഗ് മാറി ബ്ലർനെസ് കൂടും, ബൊക്കെ കൂടും ഡീറ്റെയിലിംഗ് മാറിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇമേജ് എനിക്ക് മതി. ഫസ്റ്റ് ആ ചേറിയിരിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ. ഓക്കെ, ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അടുത്തിനി ഉറപ്പായിട്ട് അത് മാറ്റിയിട്ട് നമ്മുടെ വണ്ടീനെ ഫോക്കസ് ചെയ്തിട്ടൊരു ഫോട്ടോ, അതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു പച്ചപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അടുത്തിനി കുറച്ചുകൂടെ ഒരു ആംഗിൾ മാറ്റിയിട്ടൊരു ഫോട്ടോ. ഓക്കെ, ഫോക്കസ് ആയാലിട്ടൊന്ന്. ഓക്കെ, വണ്ടി തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്തിട്ടൊരു ഫോട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വീണ്ടും തിരിച്ച് എൻ്റെ വണ്ടിയെ നമുക്ക് കാറ് മാത്രം മതി. ഇത് വേണ്ട, കുറച്ചൊന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ. ഓക്കെ, ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴും സെയിം നമ്മുടെ എനിക്ക് ജസ്റ്റ് ഒരു ബ്ലർനെസ് ആയിട്ടുള്ള ഇമേജ് മതി എന്നുള്ളതാണ്. അല്ല, ഫുള്ള് ഇതായിട്ടുള്ള ഇമേജ് വേണ്ട, ബ്ലർനെസ് ആയിട്ടുള്ള ഇമേജ് മതി എന്നുള്ളതിലാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഫോക്കൽ ലെന്ത് ഞാൻ കുറച്ചുകൂടെ 5th നമ്പർ ഫോക്കൽ ലെന്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കയറ്റാണ്. കാരണം എനിക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ളൊരു പിക്ചർ വേണം, അതുകൊണ്ട്. അപ്പോൾ ഞാൻ 3.5 ഓക്കെ വെച്ചിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് 80 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 80 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഓക്കെ
ആ ഒരു ഇമേജ് കൂടുതൽ ഡീറ്റെയിൽ, കാരണം ഇതിൽ കണ്ടോ, ഇതിൽ ഫുള്ള് ബ്ലർനെസ് ഉണ്ട്. നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ലൈറ്റ്, ആ ഒരു ഫോക്കസിൻ്റെ. പക്ഷേ ഇതിൽ കണ്ടോ, ഇതിൽ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ലൈറ്റും ആ ഒരു ലൈനും ഒക്കെ കൂടെ കുറച്ചുകൂടെ പിക്ചറിനും ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫോക്കൽ ലെന്ത് ഒരു ഇതിൽ വയ്ക്കാതെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടി. ഇനി കാറിൻ്റെ ബാക്ക് സൈഡ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അത് കാർ നമുക്ക് ആ ഒരു പുൽത്തകിടിലോട്ട് പോയി കയറുന്നത് പോലെ ഒരിത് 3.5 തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ഇമേജ് വേണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക്, ബാക്ക്ഗ്രൗണ്ട് കാറിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടത്തുള്ളൂ. കാണിച്ചു തരാം, കണ്ടോ, ആ ഒരു ഇത് മാത്രം നമുക്ക് ഷാർപ്പ്, ആ ഒരു നമ്പറിൻ്റെ ഇതും ഒക്കെ ആയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ കൂടെ ഇങ്ങനെ എടുത്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കണ്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേറെ രീതിക്ക് ഫോട്ടോസ് എടുത്താൽ മതി എന്നുള്ളത് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അപ്പോഴത്തേക്കും അതിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. പറ്റുന്ന രീതിയാണെങ്കിൽ എടുത്തു തരാം. ഓക്കെ, ബൈ.